നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക എന്നുള്ളത്. എൻജോയിങ് ആൻഡ് എക്സ്പീരിയൻസിങ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് ദ സെൻട്രൽ തീം ഓഫ് അവർ സ്പിരിച്വാലിറ്റി. ക്രിസ്ത്യൻ ലൈഫിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ്. ബൈബിൾ നാം പരിശോധിക്കുമ്പോൾ ലോകം ഇന്നോളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ശക്തനായ ആധ്യാത്മിക നേതാവായിരുന്ന മോശ തൻ്റെ മേലുള്ളതായ ദൈവിക നിയോഗത്തിൻ്റെ ആലോചന ദൈവത്തിൽ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഉൽപ്പത്തി പുസ്തകം 33 അധ്യായത്തിൻ്റെ 14-15 വാക്യത്തിൽ നമുക്കത് കാണുവാനായി കഴിയും. ആർക്കെങ്കിലും ശബ്ദം ഉയർത്തി അതൊന്ന് വായിക്കാം. എക്സോഡസ് ചാപ്റ്റർ 33 വേഴ്സ് 14 and 15. കന്നുകാലികളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രാപ്തിക്കൊത്തവണ്ണം ഞാൻ സാവധാനത്തിൽ അവയെ നടത്തിക്കൊണ്ട് സേയീരിൽ യജമാൻ്റെ അടുക്കൽ വന്നുകൊള്ളാമെന്ന് പറഞ്ഞു. എൻ്റെ ആളുകളിൽ ചിലരെ ഞാൻ നിൻ്റെ അടുക്കൽ നിർത്തട്ടെ എന്ന് ഏശാവ് പറഞ്ഞതിന്, എന്തിന്? യജമാനൻ്റെ കൃപയുണ്ടായാൽ മതിയെന്ന് അവൻ പറഞ്ഞു. 33:14 ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. അടുത്ത വാക്യം കൂടെ. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുതേ. എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ട് എന്നുള്ളത് ഏതിനാൽ അറിയും? നോക്കണം, മൈ പ്രസൻസ് വളരെ ശ്രദ്ധയോടിരിക്കണം. ചുരുങ്ങിയ സമയങ്ങൾ ഉള്ള ദൈവവചന ധ്യാനം നമ്മൾ ദൈവത്താൽ വർദ്ധിക്കപ്പെടുവാനായിട്ടുള്ള ഒരു പർപ്പസിന് കൂടി വന്നിരിക്കുമ്പോൾ ഈ ദൈവവചന ധ്യാനം അതിന് ഏറ്റവും ഉതകുവാൻ നമ്മെ ഏൽപ്പിച്ച് സമർപ്പണത്തോടെ ശ്രദ്ധയോടെ ഈ വചനം കേൾക്കുക മാത്രമല്ല, ഇത് ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അനുഗ്രഹത്തിന് ഇത് കാരണമാകുകയും ചെയ്യണം. മൈ പ്രസൻസ് ഷാൽ ഗോ വിത്ത് യു ആൻഡ് ഐ വിൽ ഗീവ് യു റെസ്റ്റ്. ഇവിടെ മോസസ് തിരിച്ച് എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് മോശയോട് ദൈവം പറയുമ്പോൾ തിരിച്ച് മോശ ദൈവത്തോട് പറയുകയാണ്, നിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ നീ എന്നെ അയക്കരുത്. മോസസ് sought God's presence for direction. Without it, he refused to lead Israel. ദൈവ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ ആ ദൗത്യത്തിനായി അയക്കരുതേ എന്ന് കൃത്യമായി ദൈവത്തോട് മറുപടി പറയുന്ന മോശയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവ സാന്നിധ്യം കൊണ്ട് ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനുള്ളതായ ഡയറക്ഷൻ. ആത്മീയ ജീവിതത്തിലാകുമ്പോൾ ഷേപ്പിംഗ് അവർ വർഷിപ്പ് മെത്തേഡ്, അവർ സ്പിരിച്വൽ ഫോർമേഷൻ, നാം ഏത് രീതിയിൽ രൂപപ്പെട്ടു വരണം, ആൻ ഇൻറ്റിമസി വിത്ത് അവർ ക്രിയേറ്റർ, സൃഷ്ടാവായ ദൈവത്തോട് വളരെ അടുപ്പമുള്ളതായ ഒരു ജീവിതം, നമ്മുടെ സ്പിരിച്വൽ ഫോർമേഷൻ, മുൻപോട്ട് പോകാനുള്ളതായ ഗൈഡൻസ്, അതുപോലെ മുൻപോട്ട് പോകുവാനുള്ളതായ ഡയറക്ഷൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതിന് ദൈവ സാന്നിധ്യം ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ എവരി വൺ. എല്ലാവർക്കും ദൈവ സാന്നിധ്യം ഏറ്റവും അത്യാവശ്യമാണ്.
രക്ഷയുടെ പ്രാഥമികമായ പ്രിലിമിനറി പ്രിൻസിപ്പിൾസൊക്കെ നമുക്കറിയാമെങ്കിലും നമുക്ക് മുൻപോട്ട് പോകണമെങ്കിൽ നമ്മെ നയിക്കുന്ന ദൈവ സാന്നിധ്യം ആവശ്യമാണ്. ഹല്ലേലൂയ. ബൈബിൾ വളരെ കൃത്യമായിട്ട് ദൈവജനത്തോട് പറയുന്ന ഒരു കാര്യം, അവരെപ്പോഴും ദേ ഹാവ് ടു സീക്ക് ഗോഡ്, എപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്നവരായിരിക്കണം. രണ്ടാമതായിട്ട് ദേ മസ്റ്റ് അബൈഡ് ഇൻ ഗോഡ്, അവർ ദൈവത്തിൽ വസിക്കണം. ദേ മസ്റ്റ് ഡ്വെൽ ഇൻ ഗോഡ്, ദൈവത്തിൽ തന്നെ ചരിക്കുക, വസിക്കുക, ദൈവത്തെ അന്വേഷിക്കുന്നവരാകുക. അങ്ങനെ ദൈവ സാന്നിധ്യത്തിൽ ഓരോരുത്തരും നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇതൊരു ചിന്തയായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഗൗരവമായി വയ്ക്കുക. ദൈവ സാന്നിധ്യം. ഇന്ന് നാം ചിന്തിക്കുന്നത് എങ്ങനെ ഒരാൾ ദൈവസന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ചെല്ലുവാൻ ഇടയാകും, എന്തിനൊക്കെ വേണ്ടിയാണ് ദൈവ സാന്നിധ്യം നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന വിഷയത്തിൽ വേഗത്തിൽ 1-2 കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, ദൈവ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, എന്തൊക്കെ ബ്ലെസ്സിങ്സാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളത്. ഒന്ന്, നാം എന്തിനു വേണ്ടിയാണ് ദൈവ സാന്നിധ്യം ആഗ്രഹിക്കേണ്ടത്. 2, എങ്ങനെയാണ് ദൈവ സാന്നിധ്യത്തിലേക്ക് നാം കടന്നു ചെല്ലുന്നത്. 3, വാട്ട് ഈസ് ദ ബെനിഫിറ്റ്സ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. അതിനെക്കുറിച്ച് 95 സങ്കീർത്തനം 2-3 വാക്യം വേഗത്തിലൊന്ന് വായിക്കാം. സാംസ് ചാപ്റ്റർ 95 വേഴ്സ് 2 and 3. മൈക്കുള്ളവർ വായിക്കുക. നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. അപ്പോൾ എന്തിനു വേണ്ടിയാണ്, വാട്ട് ഈസ് ദ പർപ്പസ് ടു എൻ്റർ into that realm of the presence of God? ദൈവ സാന്നിധ്യം എന്ന ആ അത്ഭുതകരമായ മണ്ഡലത്തിൽ ഒരു ദൈവ പൈതൽ എത്തിച്ചേരുവാൻ അതിൻ്റെ ആവശ്യകത ഇവിടെ പറയുന്നു. ലെറ്റ് us come before his presence with thanksgiving. Let us shout joyfully to him with the psalms. For the Lord is great God and a great King above all other gods. ഹല്ലേലൂയ. സകല ദേവന്മാർക്കും അവൻ ആരാണെന്നാണ് പറയുന്നത്? ഈസ് എ ഗ്രേറ്റ് കിങ്. അവൻ മഹാരാജാവാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എത്രമാത്രം പ്രിവിലേജ്ഡ് ആണെന്നുള്ളത് ആദ്യം നാം അറിയണം. അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവായ, ഹി ഈസ് നോട്ട് ആൻ ഓർഡിനറി കിങ്, ഹി ഈസ് എ ഗ്രേറ്റ് കിങ്. ലോകത്തിലുള്ള സകല ശക്തികളെക്കാളും ഹൈന്ദവ സംസ്കാരത്തിൽ തന്നെ 33 പരകോടി ദൈവങ്ങളുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ ജനിച്ച ഓർമ്മ വെച്ച നാൾ മുതൽ കേൾക്കുന്നതാണ്. എന്നാൽ ഇന്ന് എത്രയോ ദൈവങ്ങൾ ദിവസം പ്രതി ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഏതെല്ലാം സംസ്കാരങ്ങൾ, ഏതെല്ലാം റിലീജിയൻ, ഏതെല്ലാം ട്രൈബ്സ്, ക്ലാൻസ്, ഇവർക്കെല്ലാം പ്രത്യേകം ദൈവങ്ങളുണ്ട് ചരിത്രം നാം പഠിക്കുമ്പോൾ. പക്ഷെങ്കിൽ അതുമായിട്ടൊരു കമ്പാരിസൺ അല്ല ഇവിടെ ചിന്തിക്കുന്നതെങ്കിൽ പോലും ലോകത്തിലുള്ളതായ സകല ദേവന്മാരെക്കാളും അവർ ഗോഡ് ഈസ് എ ഗ്രേറ്റ് കിങ്. അതുകൊണ്ട് എന്ത് വേണം? നാം അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ സന്തോഷത്തോടുകൂടെ, ഹല്ലേലൂയ, വിത്ത് താങ്ക്സ് ഗിവിംഗ് ഹാർട്ട്, whenever we enter into that realm with praising, offering thanks and with grateful heart, hallelujah, with utmost gratitude, we have to enter there. അപ്പോൾ ദൈവത്തെ നാം അവൻ്റെ സാന്നിധ്യത്തിൽ എത്തുക എന്നുള്ളതിൻ്റെ പ്രധാന കാരണം ലോകത്തിലുള്ള സകല പവേഴ്സിനേക്കാളും സകല ദൈവത്തെക്കാളും നമ്മുടെ ദൈവം മഹാരാജാവാണ്.
ഹല്ലേലൂയ. മഹാരാജാവ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിച്ച ആ പദത്തിൽ ഉള്ളത് മറ്റുള്ള അതർ ഗോഡ്സ് എന്നുള്ളതിൻ്റെ ചെറുതാണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഗോഡ് ദേ ഡോണ്ട് ഹാവ് എനി പവർ. ബുക്ക് ഓഫ് ഐസയ, അപ്പോസ്റ്റൽ പോൾ ഓൾസോ മെൻഷൻഡ് ഇൻ ബുക്ക് ഓഫ് കൊരിന്ത്യൻസ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു, ബിംബങ്ങൾക്കും മൂർത്തികൾക്കും ഒന്നും എന്തില്ല, ശക്തിയില്ല, സംസാരിക്കാൻ കഴിവില്ല, ശ്വസിക്കുന്നില്ലവ. ഹല്ലേലൂയ. അത് തീയിലിട്ടാൽ വെന്തുപോകുന്നു. അപ്പോൾ നമ്മുടെ ദൈവം ആരാണെന്നുള്ളതും അവൻ്റെ സാന്നിധ്യത്തിൻ്റെ മഹത്വം എത്ര വലുതാണെന്നും ഇന്ന് ദൈവപൈതൽ ആഴത്തിൽ ഗ്രഹിച്ചും ധ്യാനിച്ചും ഈ ശുശ്രൂഷയിലിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവ പൈതൽ എല്ലായ്പ്പോഴും ദൈവത്തെ അപ്രോച്ച് ചെയ്യണമെന്നും അതുമാത്രമല്ല, ദൈവത്തെ അപ്രോച്ച് ചെയ്യുക മാത്രമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ whenever we worship God we have to remember his majesty. ഹല്ലേലൂയ. അവൻ്റെ വലിയ രാജത്വം, അത് വിവരിക്കാൻ കഴിയാത്തൊരു പദമാണ് മജസ്റ്റി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. we have to recognize his majesty, his sovereignty and his love. അപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിൻ്റെ സന്നിധാനം ആഗ്രഹിച്ചു വരുന്ന ഒരു ദൈവ പൈതലിൻ്റെ ഹൃദയം 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിരിക്കണം. ഒന്നാമത്തത്, വി ഹാവ് ടു റെക്കഗ്നൈസ് ഹിസ് മജസ്റ്റി. ഈ 95-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ സകല ദേവന്മാരെക്കാളും മഹാരാജാവായ ദൈവമാണ്. അപ്പോൾ നമ്മൾ ഈ രാജാവിനെയും രാജകീയതയൊക്കെ ഒന്ന് പഠിച്ചു വരുമ്പോൾ, രാജസന്നിധാനമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതെത്ര മഹത്വമുള്ള കാര്യമാണ് പറയുന്നതെന്ന്. ഒരു രാജാവിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ രാജാവിൻ്റെ കോർട്ടിൽ സാധാരണപ്പെട്ടവർക്കാർക്കും ചെല്ലാൻ കഴിയത്തില്ല. രാജാവിൻ്റെ വാക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ളതാണ്, അവസാന വാക്കാണ്, അതുപോലെ നടക്കും. അപ്പോൾ ഓർക്കണം, സ്തോത്രം, അങ്ങനെയാണെങ്കിൽ സകല ദേവന്മാരെക്കാളും മഹാരാജാവെന്നുള്ള പദം എന്ന് വെച്ചാൽ സകല പവേഴ്സിനേക്കാളും വലുതായ ദൈവത്തിൻ്റെ മജസ്റ്റി എന്നുള്ളത് രാജകീയമായ പദത്തോട് ചേർക്കുന്നതാണ്. ഹിസ് മജസ്റ്റിക് പവർ, അത് ആർക്കും മാറ്റാൻ കഴിയാത്തതാണ്. അതോർത്ത് വേണം, അതാണ് ദൈവസാന്നിധ്യത്തിൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് മോശ പറഞ്ഞത് എന്ത്? കാരണം മോശ അന്നത്തെ സൂപ്പർ പവറിൻ്റെ കൂടെ നിന്ന ആളാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? 40 വർഷം അന്നത്തെ ഇച്ചിരി ആഴങ്ങളിലേക്ക് ഡിഗ് ചെയ്ത് ആഴങ്ങളിലേക്ക് ഇറങ്ങി ദൈവജനം ധ്യാനിക്കുവാനും ദൈവിക കൃപകളെ പ്രാപിക്കുവാനുമായിട്ടാണ് നാം ഒരുങ്ങുന്നത്. അപ്പോൾ അന്നത്തെ സൂപ്പർ പവറായ ഫറോയുടെ ക്രൗൺ പ്രിൻസായി വരേണ്ട ആളാണ് ആര്? മോശ. എല്ലാ ട്രെയിനിങ്ങും എല്ലാ അഭ്യസനവും മോശയ്ക്ക് ലഭിച്ചതാണ്. അപ്പോൾ പവർ എന്താണെന്ന് വളരെ അടുത്ത് നിന്ന് കണ്ടു വളർന്നതാണ്. ഫറോയുടെ ടേബിളിൽ കയറി കളിച്ച് വളർന്നവനാണ് മോശ. ഹല്ലേലൂയ, സ്തോത്രം. അവൻ്റെ പ്രധാനപ്പെട്ട ഓഫീസ് ചേംബറിനകത്ത് സർവ്വസ്വാതന്ത്ര്യത്തോടെ നടന്നവനാണ്. മോശയ്ക്ക് അവിടെ നിരസിക്കപ്പെടുന്ന യാതൊന്നും ഈജിപ്തിൽ ഇല്ലായിരുന്നു. അങ്ങനെ അഭ്യസിച്ച് വളർന്ന് തൻ്റെ യൗവനം വെൽ ട്രെയിൻഡായിട്ട്, വെൽ എക്യുപ്ഡ് ആയിട്ട് വളർന്നു വന്നതായ മോശ ഇവിടെ ഇപ്പോൾ ദൈവത്തോട് പറയുന്നു, ഐ നീഡ് യുവർ പ്രസൻസ് until and unless if your presence will go with me I am not willing to lead Israel. വളരെ ക്ലിയർ ആണ്, നിന്റെ സാന്നിധ്യം എനിക്ക് വേണം. കാരണം he realized that hallelujah, almighty God's power is above all other power. hallelujah. ഇന്ന് പകല് ദൈവത്തെ നിങ്ങൾ ധ്യാനിക്കട്ടെ. ഓ റബൽ കൗഡമനഗസ്യാല, ഓ hallelujah, our God's power is above all other power. hallelujah. ആ കാലത്ത് ഫറോയുടെ പേര് കേട്ടാൽ ലോകം ഞെട്ടിവിറയ്ക്കുമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, മോശ അതിനേക്കാളും പവറുള്ള ഒരാളെ അവന്റെ ജീവിതത്തിന്റെ ഹൃദയക്കണ്ണിൽ കണ്ടു. His name is Yahweh. ഹല്ലേലൂയ. ഈ പകൽ ദൈവസഭ സ്തുതിക്കട്ടെ, ദൈവസഭ മഹത്വപ്പെടട്ടെ. ഈ ലോകത്തിൽ നിങ്ങളുടെ മുൻപിൽ വെല്ലുവിളിയായി, ചലഞ്ചായി നിൽക്കുന്ന ഏത് പവറായാലും ഏത് ശക്തിയായിരുന്നാലും അതിനേക്കാൾ വലിയ, സകല പവറിനേക്കാളും വലിയൊരു പവർ, ഹല്ലേലൂയ, സകലത്തെയും നിയന്ത്രിക്കുന്ന പവർ, അതിനെ ഹൃദയത്തിലേറ്റി ദൈവത്തെ
Hallelujah. We have to recognize His majestic power. We have to realize His sovereignty. അവൻ്റെ പരമാധികാരം. ഹല്ലേലൂയ. അത് ഭയങ്കരമായ പദങ്ങളാണ് ഇതെല്ലാം. And also we have to realize His unconditional love. ലോകത്തിൽ ഇതൊന്നും വേറൊന്നുമായിട്ട് നമ്മുടെ ദൈവത്തിലുള്ള ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഒന്നുമായിട്ടും കമ്പാരിസൺ നടത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടോ? ഈ വചനം ധ്യാനിച്ച് ആഴത്തിലുള്ള വിടുതൽ ദൈവജനം പ്രാപിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഈ 3 കാര്യങ്ങളിലും കമ്പാരിസൺ പറയുവാൻ കഴിയത്തില്ല. അവർ ഗോഡ് ഈസ് ബിയോണ്ട് അവർ കോംപ്രിഹെൻഷൻ. നമ്മുടെ വിവരണത്തിനും നമ്മുടെ വിചാരത്തിനും നമ്മുടെ ചിന്തകൾക്കുമൊക്കെ ബിയോണ്ടായിട്ടുള്ളതാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് ദൈവ സാന്നിധ്യം നമുക്ക് വേണമെന്ന് നാം ആഗ്രഹിക്കണം. നാം ആ റെൽമിൽ തന്നെ എപ്പോഴും നിൽക്കണമെന്ന് ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നത്. നാം ഇന്നത് നമ്മുടെ ആഗ്രഹമായി മാറണം. ഹല്ലേലൂയ. നാം ഈ വചനങ്ങൾ ചിന്തിക്കുന്നത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചിന്തകളാണിതെല്ലാം. ഹല്ലേലൂയ. നാം ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ അതിൻ്റെ അനദർ ലെവലിലേക്ക് പോകുമ്പോൾ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ മൈന്യൂട്ട് കാര്യങ്ങൾ ചിന്തിച്ചെടുത്ത് ബലപ്പെടുന്നത് പോലെയുള്ള ചിന്താശകലങ്ങളിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, ഹിസ് മജസ്റ്റി, ഹിസ് സോവറിങ്റ്റി, ഹിസ് ലവ്. അവൻ്റെ ലവ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. കൂട്ടുകാർക്ക് വേണ്ടി കൊടുക്കാൻ, ജീവനെ കൊടുക്കാൻ, എന്തെങ്കിലും സഹായങ്ങൾ ഒക്കുന്നത് ചെയ്യാൻ കഴിയും. പക്ഷേ ജീവനെ കൊടുക്കാൻ ലോകത്തിലെ ഒരു സ്നേഹവും, ലൈഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ഒരു സ്നേഹവുമില്ല. ഗ്ലോറി ബി ടു ഗോഡ്. നിങ്ങൾ ഗൗരവമായിട്ട് ചിന്തിക്കുക, നിങ്ങൾക്കിത് അനുഗ്രഹമായി തീരട്ടെ. അപ്പോൾ ഒന്നാമത്തേതായിട്ടുള്ളത് ബെനിഫിറ്റ് എന്ന് പറയുന്ന, പർപ്പസ് എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതിൽ അവൻ്റെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു വരുമ്പോഴാണ് നമുക്ക് ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നോർമലി ആ ആളിനെക്കുറിച്ച് കൂടുതലായി ഒന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് അവരോട് പെരുമാറ്റത്തിൽ തന്നെ, സംസാരത്തിൽ, വേ ഓഫ് ടോക്കിങ്ങിൽ ഒരു ചേഞ്ച് വരുത്തില്ലേ? നല്ല രീതിയിലുള്ള ആളുകളാണെങ്കിലേ, ഒത്തിരി ട്രെയിൻഡ്, മെച്ചുവേർഡ്, സെൻസിബിൾ ആളുകളാണെങ്കിലേ ഫുട്പാത്തിൽ ഇരിക്കുന്ന ഒരാൾ എന്തെങ്കിലും ചോദിച്ചാൽ മാന്യമായി മറുപടി പറയത്തുള്ളൂ. കോമൺ പീപ്പിൾ ഓൾവേസ് അവർ അരോഗൻ്റായിട്ടേ ഇടപെടത്തുള്ളൂ. പക്ഷെങ്കിൽ നമ്മൾ ഒരാളുടെ ഒരു ക്രെഡൻഷ്യൽ, അവരുടെ പൊസിഷൻ ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ശബ്ദവും ഒക്കെ ഒന്ന് പരുവപ്പെടും. ഇതുപോലെ ദൈവത്തെക്കുറിച്ച് കൂടുതലായി അറിയുമ്പോൾ ദൈവസന്നിധിയിൽ വളരെ ട്രംബ്ലിങ് ഹൃദയത്തോടെ ദൈവത്തെ ഭയപ്പെടും, ദൈവത്തെ ബഹുമാനിക്കും. ഏത് രീതിയിലെങ്കിലും ഈ ദൈവത്തെ എനിക്ക് പ്രസാദിപ്പിക്കണമെന്ന് മത്സരമുണ്ടാകും. ഹല്ലേലൂയ. എങ്ങനെയൊക്കെ എനിക്ക് ഈ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്നുള്ള അവബോധം ക്രിസ്തീയ പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെടുമ്പോൾ നമ്മളൊക്കെ കുറേ കാര്യങ്ങൾ കണ്ടും കേട്ടുമൊക്കെ വളർന്നതാണ്. അതെല്ലാം ഏറ്റവും നാം കണ്ടിട്ടുള്ളതിനേക്കാൾ ഏറ്റവും വലുതാണെന്നും പറഞ്ഞ് നമ്മളെല്ലാം കെട്ടിപ്പിടിച്ച് നടക്കുന്നവരാണ്. നല്ലതെപ്പോഴും നല്ലതാണ്. പക്ഷെങ്കിൽ അധികം നല്ലതായിട്ടുള്ളതിനെ അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തെ കറക്റ്റ് ചെയ്യുവാൻ, നമ്മുടെ ജീവിതത്തെ ചേഞ്ചിന് വിധേയമാക്കുവാൻ, ദൈവത്തോട് കൂടുതൽ ബന്ധമുള്ളവരായി തീരുവാനുള്ള വഴികൾ നമ്മൾ അന്വേഷിച്ച് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് ദൈവം അതിനായിട്ടുള്ള മുഖാന്തരങ്ങളാണ്. കൂടുതൽ ബഹുമാനത്തോടെ ദൈവത്തെ കാണുക, ദൈവിക കാര്യങ്ങളെ കാണുക. കാരണം എന്താണെന്നറിയാമോ? ഇതിനെല്ലാം ഒരു എൻഡ് വരും. പരാക്രമം പിടിച്ച ലോകപരമായ കാര്യങ്ങൾ, ഓടി നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു എൻഡ് വരും. ഒരു സ്റ്റോപ്പേജ് ഉണ്ട്, അങ്ങനെ ഒരു പ്ലേസ് ഉണ്ട്. നമ്മുടെ എല്ലാവരുടെ മുൻപിൽ ഒരു ഡെഡ് എൻഡ്
ഈ ലോക ജീവിതത്തിൽ നമുക്കുണ്ട്. അവിടെ ഒരു സ്റ്റോപ്പ് സൈൻ കാണും, അവിടെ ഒരു ബാരിയർ കാണും, പിന്നെ അങ്ങോട്ട് ആ വാഹനം മുൻപോട്ട് പോകില്ല. അങ്ങനെയുള്ളൊരു സ്റ്റോപ്പ് സൈൻ എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് വിസിലടിച്ച് വിടുന്നതായ ഒരു റിലേയിൽ 50 പേര് ഓടി വരുമ്പോൾ എത്ര പേര് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി എത്തിച്ചേരുന്നു, എത്ര സ്പീഡിൽ എത്തിച്ചേരുന്നു, ഇതെല്ലാം അവലോകനം ചെയ്ത് ലോകത്തിലെ ഒരു ചരിത്രം നോക്കുമ്പോൾ ഭക്തിയോടെ വില കൊടുത്ത് വചനം അനുസരിച്ച് ജീവിച്ചവരുടെ ജനറേഷനേ ഡ്യൂറബിലിറ്റി ഉള്ളൂ, നിലനിൽപ്പുള്ളൂ, അവർക്കേ ഭാവിയുള്ളൂ. അവരിപ്പോൾ കഷ്ടപ്പെടുമായിരിക്കും, അവർ കിടന്ന് വലയുമായിരിക്കും, അവർ സകലത്തിലും ഞെരുങ്ങുമായിരിക്കും. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ദൈവജനം അത് അറിയണം. ദൈവത്തെ ഭക്തിയോടെ സേവിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ മുൻപോട്ട് വഴിയുള്ളൂ. അവരുടെ തലമുറകൾക്ക് ഭാവിയുള്ളൂ. ഉടമന റബൽ ഖമനഗസ്യ, അതൊക്കെ ഇപ്പം കുറവായിരിക്കും, ഇപ്പം ബുദ്ധി കുറവായിരിക്കും. നീ ഭാരപ്പെടണ്ട, നീ ഭക്തിയോടെ കരഞ്ഞോ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ഹന്നായുടെ കരച്ചിലിന്റെ തകർച്ച സങ്കീർത്തനത്തിൽ കേട്ടല്ലോ. എത്ര ഭാരമേറിയ കണ്ണുനീര്, വേദന നിറഞ്ഞ കണ്ണീരാണ് അതിനകത്ത് ഒഴുകിയത്. അവക്കൊരു തലമുറ മതിയായിരുന്നു അവിടെ പ്രശ്നം പരിഹരിക്കാൻ. പക്ഷേ തകർന്ന ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം എന്താ ചെയ്തത്? ഇസ്രായേൽ, ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന ഇസ്രായേലിനൊരു പ്രവാചകൻ, വിശ്വസ്ത പ്രവാചകൻ, ജഡ്ജ്, ഹല്ലേലൂയ, ഇസ്രായേലിന്റെ ഹിസ്റ്ററിയിൽ നിന്നും മാറ്റാൻ കഴിയാത്ത അവിഭാജ്യ ഘടകമാക്കി മാറ്റിയില്ലേ? നീ ഭയപ്പെട്ട്, നീ വേദനയോടെ തകർച്ചയോടെയൊക്കെ ആയിരുന്നാലും നീ ദൈവത്തെ സേവിക്കുന്നതിൽ, ബഹുമാനം കൊടുക്കുന്നതിൽ, വേണ്ടതുപോലെ ദൈവത്തെ ആരാധിക്കുന്നതിൽ മടി കാണിക്കാതിരിക്കൂ. നിന്നെ മാനിക്കുന്ന ദൈവം, നിന്നെ തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അല്ലാതുള്ള എക്സ്ട്രാ മൈൽ ഓടുന്നതൊക്കെ വണ്ടി പിടിച്ചിടും, ട്രെയിൻ പിടിച്ചിടും. ലോക ചരിത്രമാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ട്രെയിൻ പിടിച്ചിടുമല്ലോ. ഇന്ത്യയിൽ ഈ ലേറ്റായിട്ട് ട്രെയിൻ ഓടിക്കഴിഞ്ഞാൽ ലേറ്റായിട്ട് വരുന്നതൊക്കെ പിടിച്ചിട്ട് സമയത്ത് വരുന്നതിനെ മുൻപിൽ വിടും. സമയത്ത് വരുന്നതെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ കാലചക്ര കണക്ക് വെച്ച് ഓരോ സമയത്തും ദൈവം ഉപദേശിച്ചു കൊടുത്ത ആലോചനകളിൽ നിന്ന്, ഹല്ലേലൂയ, റബ്ബഖമനഗസ്യ, ഇതിൽ തന്നെ ആരാധിക്കാൻ ധാരാളമായ കാര്യമുണ്ട്. ശക്തമായി ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് ആർക്കും അബദ്ധം പറ്റരുത്. ദൈവത്തിന് കണക്ക് തെറ്റില്ല. ലോകത്തിലുള്ള ഏത് കണക്കിനും തെറ്റുണ്ടാകാം. ഹല്ലേലൂയ, കണക്ക് ദൈവത്തിന് തെറ്റത്തില്ല. നീ ഉപവസിക്കുന്നത്, നീ പ്രാർത്ഥിക്കുന്നത്, നീ വില കൊടുക്കുന്നതും, ആരാധനയ്ക്ക് വേണ്ടി നീ വില കൊടുക്കുന്നത്, കമൽ ഖറസ്യാലവരഗതന, ഓ സ്തോത്രം, ദൈവത്തെ പുകഴ്ത്തുന്നതിന് വേണ്ടി നീ വില കൊടുക്കുന്നത്, ഓ ദൈവത്തിന്റെ കണക്കിൽ തെറ്റുവരുത്തില്ല. ഓ നീ ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കുന്നത്, ഹല്ലേലൂയ, എന്തിനു വേണ്ടിയാണ് കണ്ണീരൊഴുക്കുന്നത്? നീ ദൈവകാര്യങ്ങൾ ചെയ്യുന്നതിന് കൃപ തരാനായിട്ട് കണ്ണീരൊഴുക്കണം. ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം, അതിന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച ഹൃദയത്തിൽ നിന്ന് കണ്ണീർ, ഹൃദയത്ത് വേദനയോടുകൂടെ കണ്ണീരൊഴുകണം. ഹല്ലേലൂയ, അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം നമ്മോട് ഇടപെടുന്നു. ഓർഡിനറി ആയിട്ടും ഒരു ശീതോഷ്ണമായ അവസ്ഥയിൽ, ലൂക്വാമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ദൈവത്തെ സേവിച്ചാൽ, ഹല്ലേലൂയ, അത് ഫലകരമായി വരികയില്ല. അതുകൊണ്ട് സീരിയസ് ആകാൻ കർത്താവിൽ ആശ്രയിക്കുക. രണ്ടാമതായിട്ട് ദൈവ സാന്നിധ്യം ദൈവ പൈതൽ ആഗ്രഹിക്കേണ്ടത് അതിൻ്റെ പർപ്പസ് ഫോർ റിസീവിങ് ഗൈഡൻസ് ആൻഡ് വിസ്ഡം. ഹല്ലേലൂയ, അത് ഈ മോശയ്ക്കറിയാം ഇതെല്ലാം കർത്താവിൽ നിന്ന് കിട്ടും. ഈ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം എന്താകും? ദൈവത്തിലുള്ള സകല സന്നാഹങ്ങളും അവിടെ ഉണ്ടാവും. നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ, പക്ഷേ അതവിടെ ഉണ്ടാകും. അതുകൊണ്ടാണ് മോശ പറഞ്ഞേ, until and unless if your presence will not go with me. ഹല്ലേലൂയ, എനിക്ക് വേണ്ട എല്ലാം ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതായ അനുഭവം. അപ്പം വിസ്ഡം കിട്ടും. എങ്ങനെ സംസാരിക്കണം? നിങ്ങൾ ആ മോശയുടെ
എൻഡ് പോയിൻ്റ് വരെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ പോയിന്റിൽ നിന്ന് എൻഡ് വരെ ഓരോ ടൈമിലും ദൈവം അവനോട് സംസാരിക്കുന്നുണ്ട്. ഓരോ ക്രൈസിസിൻ്റെ നടുവിലും ദൈവം അവൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഒത്തിരി ചിന്തിക്കേണ്ടി വന്നില്ല. മുൻപോട്ട് പോകാൻ വഴിയില്ല. ഗൈഡിനായി മേഘം വന്നിരിക്കുകയാണ്. പ്രകൃതി ശക്തികൾ, കാരണം നമ്മൾ ഓർക്കണം, തുടക്കത്തിൽ ചിന്തിച്ചു വന്ന കോണ്ടസ്റ്റിൽ വേണം ഈ വചനം ഇന്ന് മുമ്പോട്ട് ചിന്തിക്കാൻ. അപ്പോൾ മേഘമുണ്ട്, കൂരിരുട്ടില് സ്തോത്രം അഗ്നി തൂണ് പ്രകാശമായിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കണം, അവരെ ആക്രമിക്കാൻ വന്നവരെ കടന്നലിനെ അയച്ച് ദൈവം ഓടിച്ചില്ലേ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഭീതി മുമ്പിൽ പോയെന്ന് പറഞ്ഞു. മുമ്പിൽ എനിമിയായിട്ട് അവരെ തകർക്കാൻ വന്നവർക്ക് ഭീതി കൊടുത്തെന്ന് പറയുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ പക്കലുണ്ട്. അതുകൊണ്ടാണ് ഇവൻ സകല ദേവന്മാരെക്കാളും മഹാരാജാവായത്. ഈ ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കുവാൻ ഇടയാകട്ടെ. ദൈവസാന്നിധ്യം കൊതിക്കേണ്ടതിൻ്റെ അടുത്ത ഏറ്റവും പരമപ്രധാനമായ ഉദ്ദേശമെന്ന് പറയുന്നത് അവർ സ്പിരിച്വൽ റിന്യൂവൽ ആൻഡ് അവർ സ്ട്രെങ്ത്. നമ്മുടെ ആത്മികമായ പുതുക്കത്തിനും ദൈവശക്തി പ്രാപിക്കുന്നതിനും ഹല്ലേലൂയ നമുക്ക് അത് ഉപയുക്തമാകുന്നു. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 27 മുതൽ 31 വരെ ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറിഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നുവെന്ന് യാക്കോബെ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നോക്കണം, ഫോർ അവർ സ്പിരിച്വൽ റിന്യൂവൽ ആൻഡ് സ്ട്രെങ്ത്. ഇവിടെ യെശയ്യാവ് പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. യാക്കോബ് ആരാണെന്ന് നമുക്കറിയാം. യാക്കോബ് ദൈവത്തിൻ്റെ ചോസൻ ജനറേഷൻ്റെ ലീഡായി അബ്രഹാമിൽ തുടങ്ങുന്നെങ്കിലും ലീഡ് നെയ്മായി ദൈവം വെച്ചിരിക്കുന്നത് ആരെയാണ്? യാക്കോബിനെയാണ്. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പറ, അവൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് വലിയ ദൈവകൃപയെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവ പൈതലെ, അങ്ങനൊരു നിശ്ചയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ആ പേരെടുക്കാം. ഉള്ളത്തിൽ പറയാം, ആ വാഗ്ദത്തം എൻ്റേതാണെന്ന് പറയാം, ക്ലെയിം ചെയ്യാം. ഇവിടെ യാക്കോബിൻ്റെ ക്രൈസിസിൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. യാക്കോബിന് ഒരുപാട് ചോദ്യങ്ങൾ മുൻപിൽ വരികയാണ്. എന്താണ് ആ ചോദ്യം? ഒന്നാമത് പറഞ്ഞിരിക്കുന്നു, എൻ്റെ വഴികൾ യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് അനേകരുടെയും പരാതികൾ ഇതാണ്. ഇന്ന് ലോകത്തിൻ്റെ മേജർ ഗ്രൂപ്പിൻ്റെയും പരാതിയാണ്. ഓ സ്തോത്രം. ഒരിക്കൽ പോൾ യോങ്കിച്ചോ പറഞ്ഞു, വൈ മീ ലോർഡ്? വലിയ ക്രൈസിസിലേക്ക് വന്നപ്പോൾ എന്തുകൊണ്ട് ഇതിലേക്ക് എന്നെ തള്ളിവിടുന്നു? ഒരു സ്റ്റേജിൽ നമ്മുടെ യേശു കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, എനിക്ക് കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്നെടുക്ക്. ഇതുപോലെ പാനപാത്രം ഹല്ലേലൂയ സ്തോത്രം, പ്രതികൂലത്തിൻ്റെ, പ്രയാസത്തിൻ്റെ, വല്ലാത്ത ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ, വലിയ പ്രതികൂലത്തിൻ്റെ തിരത്തള്ളിലിൻ്റെ അനുഭവങ്ങൾ ഒക്കെ ജീവിതത്തിൽ ശക്തമായിട്ട് ഉയർന്നു വരുന്ന അനുഭവം. അവൻ പറയും, എന്തുകൊണ്ടാണിത്? എന്നെ ദൈവം കാണുന്നില്ലേ? ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്നെ കാണുന്നില്ലേ? എൻ്റെ വഴികൾ അവൻ അറിയുന്നില്ലേ? എൻ്റെ സാഹചര്യങ്ങൾ അവൻ ഒട്ടും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഹല്ലേലൂയ. വചനം ശ്രദ്ധിക്കണം. യാക്കോബ് പറയുകയാണ്, എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു. അപ്പം പ്രവാചകൻ ഇത് ആത്മക്കണ്ണിൽ കാണുകയാണ് ഇസ്രായേലിൻ്റെ അവസ്ഥ. 2, എൻ്റെ ന്യായം ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നു. ഹല്ലേലൂയ.
ഗ്ലോറി ബി ടു ഗോഡ്. അപ്പോൾ എല്ലാ രീതിയിലും പരാതിയും പരിഭവവുമാണ് ഈ ഇസ്രായേലിന് പറയുവാനുള്ളത്. എൻ്റെ കാര്യങ്ങൾ, അവസ്ഥകളൊന്നും ശരിക്കും ദൈവം മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, യാക്കോബേ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? അതിന് താഴോട്ടുള്ള വാക്യമാണ് എന്നെ വളരെ ചിന്തിപ്പിച്ചത്. അവനോട് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുകയാണ്. എന്താണ്? ഗോഡ് ഈസ് എവർലാസ്റ്റിംഗ്. ഹല്ലേലൂയ. അതൊന്ന് വായിച്ചേ. നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. ഇവിടെ ചോദിക്കുന്നു, ഡു യു നോട്ട് നോ? ഡു യു നോട്ട് ഹിയർ? നീ കണ്ടിട്ടില്ലേ? നീ ഇതുവരെയും കേട്ടിട്ടില്ലേ? നീ ഇതുവരെയും അറിഞ്ഞിട്ടില്ലേ യാക്കോബേ? ഈ ദൈവം നിത്യനായ ദൈവമാണ്. ഹി ഈസ് എവർലാസ്റ്റിംഗ്, ദ ക്രിയേറ്റർ ഓഫ് ദ എൻഡ് ഓഫ് ദി എർത്ത്. ഹല്ലേലൂയ. നിങ്ങൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ടോ? ഇതാണ് എല്ലാവർക്കും, ഈ അറിവാണ് വേണ്ടത്. ഈ പ്രതികൂലത്തിൻ്റെ നടുവിലും ഇസ്രായേലിന് ഈ അറിവ് ദൈവം കൊടുക്കുന്നേ, പ്രവാചകനിലൂടെ കൊടുക്കുകയാണ്. ഭൂമിയെ മുഴുവൻ നിർമ്മിച്ചവനാണ് ഈ ദൈവം. ഡസ് നോട്ട് ബിക്കം വെയറി. നീ ഇന്ന് തളർന്നിരിക്കുകയാണ്, ബട്ട് യു ആർ നോട്ട് നെവർ ബിക്കം വെയറി. അവൻ ഒരിക്കലും ക്ഷീണിച്ചു പോകുന്നില്ല. നിങ്ങളാരും എക്സൈറ്റ് ആകുന്നില്ല. ഓ ഹല്ലേലൂയ. അത് മാത്രമല്ല, ഓർ ടയേർഡ്. അവൻ ക്ഷീണിക്കുന്നില്ല, അവൻ തളരുന്നില്ല. ഇന്ന് ജീവിതത്തിൻ്റെ വിവിധ അനുഭവങ്ങളിൽ തളർന്ന് ഓടാൻ മുമ്പോട്ട് കഴിവില്ലാത്ത തോന്നുന്നത് പോലെ ഭാരപ്പെട്ട് നിൽക്കുന്ന ജീവിതത്തോട് ദൈവാത്മാവ് വചനത്തിലൂടെ, വചന വെളിപ്പാടിലൂടെ സംസാരിക്കുകയാണ്. നീ സ്നേഹിക്കുന്ന, നീ വിളിച്ചപേക്ഷിക്കുന്ന നിന്റെ ദൈവം, ഹി ഈസ് എവർലാസ്റ്റിംഗ് ഗോഡ്. ഹല്ലേലൂയ. ഇത് ആദ്യം തൊട്ട് ചിന്തിക്കണം. അവൻ്റെ അധികാരത്തിൽ നിന്ന് തുടങ്ങിയാണ് നാം മുൻപോട്ട് വരുന്നത്. ഹി ഈസ് എവർലാസ്റ്റിംഗ്. ഹല്ലേലൂയ. ഭൂമിയെ മുഴുവനായി നിർമ്മിച്ചവൻ അവനാണ്. അത് മാത്രമല്ല, അവൻ ക്ഷീണിക്കുന്നില്ല, അവൻ തളരുന്നില്ല. ഹിസ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് അൺസ്ക്രൂട്ടബിൾ. ഹല്ലേലൂയ. ഹിസ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് അൺസ്ക്രൂട്ടബിൾ. ഹല്ലേലൂയ. യാക്കോബിന് കൃത്യമായ മറുപടി കൊടുക്കുകയാണ്. ഹി ഗീവ് സ്ട്രെങ്ത് ടു ദ വിയറി ആൻഡ് ടയേർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, ഒരു സന്ദർഭത്തിൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, ഇസ്രായേലിൻ്റെ പരിപാലകൻ, ഓ ഹല്ലേലൂയ, അവൻ മയങ്ങുന്നില്ല, മയക്കവും ഉറക്കവും ഇല്ലാത്തൊരു ദൈവം, ഉറങ്ങാതെ കാവലിരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അവൻ ക്ഷീണിക്കുന്നില്ല, തളരുന്നില്ല. അതുകൊണ്ടാണ് നാം തളർച്ചയോടെ അവൻ്റെ സന്നിധിയിൽ വന്നാലും, കുഴഞ്ഞ മനസ്സോടെ, വേദനിക്കുന്ന മനസ്സോടെ, വിഷണ്ണ മനസ്സോടെ ദൈവസന്നിധിയിൽ വന്നാലും, തളരാത്തൊരു മനസ്സോടെ, ഹല്ലേലൂയ, ഒരു പാസ്റ്ററിന്റെ അടുക്കൽ നിങ്ങൾ ചെന്നാലും അദ്ദേഹത്തിൻ്റെ ക്ഷീണത്തിൻ്റെയും ഫിസിക്കൽ സ്റ്റാമിനയുടെയും ഫ്രഷ്നെസ്സിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് നല്ലോണം സംസാരിക്കുന്നത്. ഗ്ലോറി ബി ടു ഗോഡ്. എപ്പോഴും ഫ്രഷായി, കേൾക്കാൻ കാതുള്ളവനായി, തളരാത്തവനായി, വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ ഒരുക്കമുള്ളവനായി ഇരിക്കുന്നവനായ ഒരു ദൈവം. ദൈവത്തെ ധ്യാനിക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ചും സാന്നിധ്യത്തെക്കുറിച്ചും കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ധൈര്യം ഇരച്ചു കയറുന്നില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. ഏറ്റവും കേൾക്കാവുന്നതിലും ഏറ്റവും ദിവ്യമായ ശബ്ദമല്ലേ നിങ്ങൾ കേൾക്കുന്നത്?
ചുടമന റബൽ ഖവൽ ശമനഹസ്യാദുരാധന. ഹിസ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് അൺസ്ക്രൂട്ടബിൾ. ആർക്കും ചലഞ്ച് ചെയ്യാൻ കഴിയാത്ത ജ്ഞാനത്തിൻ്റെ ഉടമയാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവന് തളർച്ചയില്ല, അവന് ക്ഷീണമില്ല. അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളെ വരെയും സകലത്തെയും ഉണ്ടാക്കി നിയന്ത്രിച്ച് നിർമ്മിച്ച് ഹല്ലേലൂയ ദൈവമാണ്. അതുമാത്രമല്ല, അവൻ നിത്യൻ. ഹി ഈസ് എവർലാസ്റ്റിംഗ്. സീസൺ അനുസരിച്ച് അവൻ മാറുന്നില്ല. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എന്നിട്ട് താഴോട്ട് പറയുന്നതെന്നറിയാം, യൗവനക്കാർ, ബാല്യക്കാർ തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. ഇവിടെ കമ്പാരിസൺ, മറ്റുള്ള ദൈവങ്ങളുമായിട്ടൊരു കമ്പാരിസൺ. ഹല്ലേലൂയ. മറ്റുള്ള സാമാന്യമായിട്ടുള്ള ഒരാളുമായിട്ട്, വ്യക്തിയുമായിട്ടുള്ള കമ്പാരിസൺ. ക്ഷീണം, തളർച്ച, ഉറക്കം, മയക്കം, ഇതൊന്നും നമ്മുടെ ദൈവത്തിനില്ല. വളരെ സ്റ്റാമിനയുള്ള, യൂത്തായിട്ടുള്ള, ഹല്ലേലൂയ, നല്ല വലിയ സ്ട്രോങ് ബോഡിയുമായിട്ട് നിൽക്കുന്ന യൂത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാധാരണ ഓർഡിനറി യൂത്ത് അല്ല. അതിൻ്റെ റിയൽ വേർഷൻ അങ്ങനെയാണ്. ഇങ്ങനെയുള്ളവർ എന്തും ചെയ്യാൻ തുരുതുരുക്കോടെ നിൽക്കുന്ന ആളുകളെ, അവരൊക്കെ തളർച്ച ഉണ്ടാകുമെന്ന കമ്പാരിസൺ ഇവിടെ നടത്തുന്നു. അവരെല്ലാം വീണുപോകും, തളർന്നു പോകും. പക്ഷേ എങ്കിലും അവിടാണ് പറഞ്ഞാട്ട്, എങ്കിലും പറഞ്ഞാട്ട്, ഉറക്കെ പറഞ്ഞാട്ട്, ഉറക്കെ പറ, ദുഷാറോടെ പറ. ബട്ട് എങ്കിലും ദൈവ പൈതലെ, നീ തളരും, നിനക്ക് തളർച്ച ഉണ്ടാകും, നിനക്ക് ക്ഷീണമുണ്ടാകും. നിന്റെ മെയ്ഡപ്പ് ആ രീതിയിലാണ്. ഹല്ലേലൂയ. നിന്റെ ജ്ഞാനത്തിന് പരിമിതിയുണ്ട്. നീ ഒരു കാര്യം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുന്നതിന്, സ്ട്രൈവ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്നാൽ നീ ദൈവത്തിനായി കാത്തിരിക്കുമെങ്കിൽ, അവൻ്റെ സാന്നിധ്യത്തെ നീ കൊതിക്കുമെങ്കിൽ, അവൻ്റെ പ്രസൻസ് മറ്റെന്തിനേക്കാളും വലുതായി ദൈവ പൈതലേ നീ കാണുമെങ്കിൽ, ഹല്ലേലൂയ, you will renew your strength. നീ ശക്തിയെ പുതുക്കും, നീ ശക്തിയെ പുതുക്കും, നീ ശക്തിയെ പുതുക്കും. കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും നീ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എങ്കിലും ദൈവത്തിൽ കാത്തിരിക്കുന്നവർ, ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കുന്നവർ, ദൈവത്തിൻ്റെ സന്നിധിയിൽ അഭയാചന കഴിക്കുന്നവർ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ, അവൻ്റെ സന്നിധിയിൽ ഉപവസിക്കുന്നവർ, അവൻ്റെ വചനം പാലിച്ച് ജീവിക്കുന്നവർ ഒരിക്കലും തളരത്തില്ല. അവർ പറന്നുയരും. They will renew their strength. ദൈവസഭ ദൂതിൽ ബലപ്പെടട്ടെ. ഉടരബലപക്ഷസ്യ. നിനക്ക് പരാജയം ഉണ്ടാകാം. നീ ചെയ്യുന്നത് ഒരു പെർഫെക്ഷനിൽ വരണമെന്നില്ല. നീ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു പൂർണ്ണമായ വിജയത്തിൽ കലാശിക്കണമെന്നില്ല. പക്ഷേ നീ ദൈവത്തിൻ്റെ പൈതലായി, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നീ ജീവിക്കാൻ ശ്രമിച്ചാൽ, ഇന്ന് ഈ വചനം ഇവിടെ വെളിപ്പെടുന്നത് പ്രവർത്തിക്കുന്ന ദൈവവചനമായിട്ടാണ്. സ്തോത്രം. ഏൽപ്പിച്ചു കൊടുക്കുന്ന ജീവിതത്തിന്, തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന്, സ്തോത്രം, ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. ഇന്ന് നിന്റെ ഗ്രാഫ് വളരെ താഴെയായിരിക്കും, നിന്റെ തലമുറകളുടെ ഗ്രാഫ് വളരെ ചെറുതായിരിക്കും, എല്ലാം കൊണ്ട് മന്ദഗതിയിലായിരിക്കും നിന്റെ ഭവനത്തിന്റെ ഗതി പോകുന്നത്. ആത്മാവ് പ്രവചിക്കുന്നു, നീ ദൈവത്തിൽ ബലപ്പെടുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിന്റെ വചനത്തിൽ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുക. നിന്റെ സ്ഥിതിഗതികളെ അവൻ മാറ്റും. Glory be to God. Hallelujah. Hallelujah. ശക്തമായ ദൈവാത്മാവിന്റെ സാന്നിധ്യം വളരെ വ്യക്തിപരമായി പ്രവചിക്കുവാൻ, ഹല്ലേലൂയ, ദൈവാത്മാവ് വളരെ ഇൻസ്പിറേഷൻ എനിക്ക് തരുന്നുണ്ട്.
നമ്മുടെ സമയം പരിമിതമാണ്. അടർ വർക്കനാസ്യാം ധുരാദിയ. ഹല്ലേലൂയ, സ്തോത്രം. പേരുപേരായി ദൈവത്തിൻ്റെ ആത്മാവ് ആലോചനകൾ പറയാൻ എനിക്ക് തരുന്നുണ്ട്. ഈ പുൾപിറ്റിൽ നിന്നുകൊണ്ട് പറയട്ടെ, എങ്കിലും നീ ദൈവത്തെ മുറുകെ പിടിക്കുക. ഉടർ ഖബലവക്ഷസ്യാല. ഓ സ്തോത്രം. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. വളരെ ലോങ് ആയിട്ടുള്ള ഈ സന്ദേശമാണ്. ഞാൻ ഈ സന്ദേശം ഇവിടെ നിർത്തുകയാണ്. സമയം മുൻപോട്ട് പോയതുകൊണ്ട്, ശുശ്രൂഷ കൃത്യമായി നിർത്തണമെന്നുള്ളത് കൊണ്ടും ഇവിടെ നിർത്തുകയാണ്. എന്നാൽ ആത്മനിയോഗത്തോടെ ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഓ ഹല്ലേലൂയ. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഞാനിത് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പിക്ചർ എന്നെ ദൈവം കാണിച്ചു. റീബൽ ശമന ഘടകസ്യാന. ദൈവത്തിൽ ശക്തിപ്പെടുന്ന ഒരു ദൈവ പൈതലിന് അവർ കഴുകന്മാരെ പോലെ ചിറകടിക്കുമെന്ന് പറഞ്ഞല്ലോ. ആ ഒരു ഇമേജറി ദൈവത്തിൻ്റെ ആത്മാവ് യെശയ്യാവിലൂടെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, ഈഗിളിനെ ഒരു ഇമേജായിട്ട് അവിടെ കൊണ്ടുവന്നിരിക്കുമ്പോൾ, ദൈവാത്മാവിനെ വേഗത്തിൽ കാണിച്ചു. കഴുകൻ്റെ ഒരു പ്രത്യേകത, കഴുകനെ തകർക്കാൻ പറ്റുന്ന ഒന്നാണ് ഏറ്റവും വിഷം കൂടിയ പാമ്പുകൾ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ കഴുകന് ദൈവം ബുദ്ധി കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ പാമ്പുമായി ഒരിക്കലും അവൻ ലാൻഡിൽ വന്ന് എർത്തിൽ നിന്നുകൊണ്ട് പോരാടത്തില്ല. കാരണം എർത്തിൽ പാമ്പ് കിടക്കുമ്പോൾ പാമ്പിന് ശക്തിയുണ്ട്. ഓ ഗ്ലോറി ബി ടു ഗോഡ്. എർത്തിൽ പാമ്പ് കിടക്കുമ്പോൾ ശക്തിയുണ്ട്. അതുകൊണ്ട് അതിനെ ഫൈനോട് അങ്ങനെ ഫൈറ്റ് ചെയ്യത്തില്ല. ഈ പാമ്പിനെ എന്ത് ചെയ്യും? ഇവൻ കൊത്തി ആകാശത്തിൻ്റെ വിഹായസിലേക്ക് കൊണ്ടുപോകും. ഓ റബൽ കൗഡമനഗസ്യാന. ഹല്ലേലൂയ. അവൻ്റെ ബാറ്റിൽ നടത്തുന്നതുണ്ടല്ലോ, ശക്തിയേറിയതിനെ വളരെ ആത്മമണ്ഡലത്തിലേക്കാണ് ദൈവാത്മാ നമ്മെ കൊണ്ടുപോയിരിക്കുന്നത്. പലരുടെയും വിഷയങ്ങൾ, കൂടി കുഴഞ്ഞു കിടക്കുന്ന വിഷയങ്ങൾ, വിടുതലായി വെളിപ്പെടാതെ കിടക്കുന്ന തടസ്സമാർന്ന വിഷയങ്ങൾ, കമർത്തേലിയാനക അടർച്ചൊൽ വൈഷമനഹസ്തലതിയാര റംഷോ ഖൽബറ ശമനഘടകരഹസ്യാല. ഓ റീബൽ ഘടകരഹസ്യാല. ഓ സ്തോത്രം. എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന്, എങ്ങനെ ശത്രുവിനെ കീഴ്പ്പെടുത്തണമെന്ന്, എങ്ങനെ ആഭിചാര ശക്തികളെ പൂർണ്ണമായും ഡിഫ്യൂസ് ചെയ്തുകൊണ്ട് അതിന്മേൽ ജയമെടുക്കണമെന്ന്, എങ്ങനെ ഈ ഭൂമിയിൽ വിജയം വരിക്കണമെന്നുള്ള കൃത്യമായ ആലോചനകൾ അവൻ തരും. ബിക്കോസ് ഹിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഈസ് അൺസ്ക്രൂട്ടബിൾ. ഹല്ലേലൂയ. ദൈവജനം പ്രാർത്ഥിച്ചാട്ടെ, ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള എല്ലാ വിഷയവും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. This is the time to receive hallelujah blessings and deliverance from God. Udabal rabal kausharabanagasya rakhanadaga saidar vaida pravalkanadiya andar vaidaval kamanadura chamanagasia. Glory be to God. Glory be to God. Glory be to God. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, നന്ദിയോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. തലമുണക്കിയിരിക്കുന്ന ഓരോ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. ഈ പകൽ അങ്ങയുടെ തിരുസാന്നിധ്യം മുഴു തേജസ്സോടും കൂടെ ഈ ആലയത്തിനുള്ളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ അമിതമായ കൃപ നിന്റെ മക്കൾ വ്യാപരിക്കട്ടെ. ഈ പകൽ വലിയ ചില വിടുതലുകളും കർത്താവേ, ദൈവപ്രവൃത്തി നീ നിന്റെ ജനത്തിലേക്ക് പകരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ജുഡൽ ഖൗഡാമനഹസ്യാതുനാസിയ ഓ റീബൽ ഷബൽ ഖമനഗസ്യാന. കർത്താവേ, നിന്റെ ജനം നിന്നിൽ ഉണർന്ന് പ്രവർത്തിപ്പാൻ, ജാഗ്രതയോടെ അന്വേഷിക്കുവാൻ, ദൈവത്തോട് കൂടുതൽ അടുത്തു വരുവാൻ ധാരാളമായ ദൈവകൃപ പകർന്നാട്ട് ആ സാന്നിധ്യത്തിൽ നിൽക്കുവാൻ, ആ സാന്നിധ്യത്തിൻ്റെ വില മനസ്സിലാക്കുവാൻ, ആ സാന്നിധ്യത്തിലൂടെ ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ധാരാളമായിട്ട് അവിടുന്ന് സഹായിച്ചാട്ട് അങ്ങയുടെ മക്കളെ തിരുനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വലിയ കാര്യം ചെയ്യുന്നതിനായി സ്തുതിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ,
ഹല്ലേലൂയ.